ജനുവരി 14 നോളയിലെ വിശുദ്ധ ഫെലിക്സ്. റോമൻ പട്ടാളക്കാരനായിരുന്ന സിറിയക്കാരനായ ഹെർമിയസിൻ്റെ മകനാണ് ഫെലിക്സ്. ഇറ്റലിയിലെ നേപ്പിൾസിനടുത്തുള്ള നോളയിലെ പിതാവിൻ്റെ എസ്റ്റേറ്റിലാണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ പിതാവിൻ്റെ മരണശേഷം ഫെലിക്സ് തൻ്റെ അവകാശം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. നോളയിലെ ബിഷപ്പ് വിശുദ്ധ മാക്സിമസിൽ നിന്ന് നിയമിതനായി അദ്ദേഹത്തിൻ്റെ സഹായിയായി. 250 ഡെസിയസ് ക്രിസ്ത്യാനികളെ പേടിപ്പിക്കുന്നതിൻ്റെ തുടക്കത്തിൽ മാക്സിമസ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ ഫെലിക്സിനെ അയാൾക്ക് പകരം പിടികൂടി തടവിലാക്കി. ഒരു ദൂതൻ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അദ്ദേഹം അവനെ രോഗബാധിതനായ മാക്സിമസിൻ്റെ അടുത്തേക്ക് നയിച്ചു. അദ്ദേഹത്തെ നോളയിലേക്ക് തിരികെ കൊണ്ടുവന്നു. 251 ഡെസിയസിൻ്റെ മരണത്തിന് ശേഷവും ഫെലിക്സ് വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പീഡനം അവസാനിക്കുന്നവരെ നന്നായി മറച്ചുവെച്ചു. മാക്സിമസ് മരിച്ചപ്പോൾ ജനങ്ങൾ ഫെലിക്സിനെ തങ്ങളുടെ ബിഷപ്പായി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. എന്നാൽ മുതിർന്ന പുരോഹിതനായ ക്ലീറ്റസിന് അനുകൂലമായി അദ്ദേഹം ബഹുമതി നിരസിച്ചു. ഫെലിക്സ് തൻ്റെ ജീവിതകാലം മുഴുവൻ ദരിദ്രരുമായി തനിക്കുള്ളത് പങ്കിട്ടുകൊണ്ട് ഒരു ചെറിയ ഭൂമിയിൽ ചിലവഴിച്ചു. ജനുവരി 14 അവിടെ വെച്ച് മരിച്ചു.